വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വേറിട്ട ചിന്തയുടെ 118ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 117ാമത്തെ എപ്പിസോഡിൻ്റെ പിന്തുടർച്ചയായി, അതായത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായി, പോൾ രാജ് എന്ന ഒരു സഹോദരൻ ഈ ദിവസങ്ങളിൽ ചില വീഡിയോകൾ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ചിലരൊക്കെ അത് കാണുകയും അതിൽ കേട്ട ആശയപ്രകാരം ചില സംശയങ്ങൾ ചോദിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് വചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല പ്രോത്സാഹനങ്ങൾക്കും നല്ല കമൻറ്റുകൾക്കും എല്ലാം ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം. പഴയ നിയമത്തിലെ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം. ആരാണ് സഹോദര ഇത് പറഞ്ഞത്? ഈ വാദഗതിയെ തെളിയിക്കുവാനുള്ള ഒരു ശക്തമായ തെളിവ് താങ്കൾക്ക് തിരുവചനത്തിൽ നിന്ന് കാണിക്കുവാൻ കഴിയുമോ? അല്ല, അത് തെറ്റാണെന്ന് സമർത്ഥിക്കുന്ന അനേക വാക്യങ്ങൾ ഇതേ പുറകെ വരുന്നു. ആ വാക്യങ്ങളെ ഓരോന്നായി വായിച്ച് മനസ്സിലാക്കിയിട്ട് യഹോവ തന്നെയാണോ യേശു എന്ന് ആദ്യം താങ്കൾ ഒരു നിലപാടിലെത്തേണ്ട ആവശ്യമുണ്ട്. താങ്കളെ ഞാൻ ഫോൺ കോൾ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചല്ലോ, യെശയ്യാ പ്രവചനം 48ാം അധ്യായത്തിൻ്റെ 16ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു എന്ന വാക്യം പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട പോൾ രാജ സഹോദരനോട് പറഞ്ഞത്, അങ്ങോട്ട് വാക്യം ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കേണ്ട എന്നാണ്. അദ്ദേഹം അത് തുറന്ന് സമ്മതിച്ചതിൽ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ പഴയ നിയമത്തിലെ യഹോവയാണ് പുതിയ നിയമത്തിലെ ക്രിസ്തു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ആശയത്തെ ചോദ്യം ചെയ്യുന്ന വചനങ്ങൾ ഉണ്ടോ എന്നൊരു അന്വേഷണം നടത്തേണ്ടത് പഠിപ്പിക്കുന്ന വ്യക്തിയുടെ ദൗത്യത്തിൽപ്പെട്ട കാര്യമാണ്. അവിടെ വളരെ വ്യക്തമായി പറയുന്നു, യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു. ഇതാര് പറയുന്നതാ? യേശു പറയുന്നതാ. അത് പ്രാവചനികമായി പറയുമ്പോൾ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അയക്കും എന്നല്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, ലോക സ്ഥാപനത്തിന് മുൻപേ അറക്കപ്പെട്ട കുഞ്ഞാട്, അറക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടല്ല, പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്ന അറക്കപ്പെട്ട കുഞ്ഞാട്. ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ പ്രാവചനികമായി പറയുമ്പോൾ പാസ്റ്റ് ടെൻസിൽ അത് അവതരിപ്പിച്ച് വയ്ക്കുന്നെങ്കിലും ഫ്യൂച്ചർ വരാൻ പോകുന്ന കാര്യമാണെന്നുള്ള കാര്യം വചനം പഠിക്കുന്നവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം ഞാനൊരു സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ എത്ര പേര് വന്നു വെച്ചാൽ, ഞങ്ങൾ 2 പേര് വന്നു, അല്ലെ 3 പേര് വന്നു. എങ്ങനെ? എൻ്റെ ദേഹവും പിന്നെ ദേഹിയും പിന്നെ ആത്മാവും. അതെന്തൊരു പദപ്രയോഗമാണ്! ഞാൻ ചെല്ലുന്നിടത്ത് വേണ്ട, ഈ പോൾ രാജ് എന്ന് പറയുന്ന സഹോദരൻ ചെന്നിട്ട് പറയുമോ ഞാനും എൻ്റെ ആത്മാവും ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ? പറയത്തില്ലെങ്കിൽ പിന്നെ ഭാഷയിൽ വൈകല്യം വരാൻ സാധ്യതയുള്ള നമ്മൾ പോലും അങ്ങനെ പറയില്ല എങ്കിൽ സർവജ്ഞാനിയായ ദൈവം ഗ്രാമർ തെറ്റിച്ച് പറയുമോ? അല്ലെങ്കിൽ ഭാഷാ വ്യവസ്ഥയ്ക്ക് പുറത്തു നിന്ന് സംസാരിക്കുമോ? യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും. അപ്പോൾ അവിടെ തന്നെ 2 ആളത്വങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആത്മാവിന് ആളത്വമുണ്ടോ എന്നുള്ള കാര്യം തിരുവചനത്തിൽ വേറെ തെളിവുകളുണ്ട്. മുൻകാല വീഡിയോകളിൽ ഞാൻ വളരെ വിശദീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ അയക്കുവാൻ 2 പേരുണ്ടെന്ന കാര്യവും അയക്കപ്പെടുവാൻ ഒരാളുണ്ടെന്നുള്ള കാര്യവും വളരെ വ്യക്തമാണ്. ഇല്ല എങ്കിൽ ഒരൊറ്റ ചോദ്യം ചോദിക്കാം, യഹോവ തന്നെയാണ് യേശുവായി വന്നതെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കൽ പിന്നെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവും യേശു തന്നെയാണെന്ന്. ഞാൻ അടുത്ത ഇതിൻ്റെ ശേഷം അതൊന്ന് വിവരിക്കുന്നുണ്ട്. ഒരു ചോദ്യം ചോദിക്കട്ടെ പോൾ സഹോദര, ഈ യേശു പ്രാർത്ഥിച്ചത് ആരോടാ? അത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? അപ്പോൾ ഭൂമിയിൽ നിന്ന് യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ ഒരാൾ കേൾക്കാനുണ്ടെങ്കിൽ കാതുണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം? കാതില്ലാത്ത ആൾ കേൾക്കത്തില്ലല്ലോ. അപ്പോൾ കാതുണ്ടാകണമെങ്കിൽ ശരീരം ഉണ്ടാകണമല്ലോ. മാത്രമല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ,
ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ സ്വർഗത്തിൽ ഒരാളുണ്ടായിരിക്കണമായിരുന്നല്ലോ. ആ ആൾക്ക് സംസാരിക്കാൻ അധരമുണ്ടായിരിക്കണമല്ലോ. അധരമുണ്ടായിരിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ശരീരം ഉണ്ടായിരിക്കണമല്ലോ. എൻ്റെ ചോദ്യം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് അടിസ്ഥാനരഹിതമാണെങ്കിൽ ബ്രദർ പോൾ രാജോ അല്ലെങ്കിൽ ഈ ആശയത്തിന് എതിർപ്പുള്ളവരോ ഒന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട്. ക്രൂശിൽ വെച്ചു മരിച്ചു. ആര്? യേശു. ഏത് യേശു? പോൾ രാജ് ബ്രദർ പറഞ്ഞതുപോലെ പഴയ നിയമത്തിലെ യഹോവ ആയവൻ പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായി വന്ന യേശു ക്രൂശിൽ മരിച്ചു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, പോൾ രാജ് ബ്രദർ, യഹോവയാണല്ലോ മരിച്ചത്, അല്ലേ? യഹോവ മരിച്ചു എങ്കിൽ, ശ്രദ്ധിക്കണം, യഹോവ മരിച്ചു എങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഈ പ്രപഞ്ചത്തെ ഭരിക്കുവാൻ ഒരു ദൈവമുണ്ടായിരുന്നോ? മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ മരിക്കുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? അപ്പോൾ ചോദ്യം വരും, യേശു ദൈവമാണോ എന്ന്. വളരെ വ്യക്തമായ മറുപടികൾ ധാരാളം ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വചനമെടുത്ത് വായിക്കുക. മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. ഏത്? യേശു എന്ന ആ ശരീരം, മറിയയുടെ ജന്മമെടുത്ത് വന്ന ശരീരം, അതിനാണ് യേശു ഇത് പേരിട്ടത്. ഈ കർത്താവ് എന്നുള്ള പേരും ക്രിസ്തു എന്നുള്ള പേരും യേശു എന്നുള്ള പേരും അതെല്ലാം എന്തിനെ കാണിക്കുന്നു എന്ന് തരം തിരിച്ച് പഠിച്ചാലേ സഹോദര അതിൻ്റെ ആഴം മനസ്സിലാകത്തുള്ളൂ. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇവിടെ പറയുന്നു, ഇദ്ദേഹം പറയുന്നതനുസരിച്ച് യഹോവ തന്നെയാണ് യേശു ആയി വന്നതെങ്കിൽ യഹോവ മരിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ. ഇല്ല എങ്കിൽ ഉയർപ്പിച്ചവൻ ആര്? മനസ്സിലാക്കണം. എൻ്റെ പ്രാണനെ ഞാൻ നിൻ്റെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞത് ആരോട്? സഹോദരൻ, ഇതിനകത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞാലേ, നിങ്ങൾ ഈ മോണാക്ട് പോലെ ഇതിനെ അവതരിപ്പിച്ചാൽ ശരിക്കും നാടകമായിട്ടേ തോന്നത്തുള്ളൂ. നോക്കിക്കേ, ഞാനൊന്ന് ചോദിക്കാം. സ്വർഗത്തിൽ യഹോവ എന്ന പേരിൽ ഉണ്ടായിരുന്ന ആ ആളത്വം എന്തിനാണ് യേശു എന്നുള്ള പേരിൽ ഇങ്ങോട്ട് വന്നത്? പേര് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി താങ്കൾ പറയുന്നു, ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, യേശു തന്നെയാണ് പരിശുദ്ധാത്മാവെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവ് എന്നുള്ള പേരിൽ എന്തിനു വന്നു? ഈ പേരുമാറ്റം നടത്തുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കണമല്ലോ. എന്തെങ്കിലും ഒരു കാര്യം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പേരുകൊണ്ടാണോ അവിടെ കാര്യം നടക്കുന്നത്, അതോ ആ പേർ വഹിക്കുന്ന ആളത്വത്തിൻ്റെ അധികാരം കൊണ്ടാണോ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്? ഇതൊക്കെ നമ്മളവിടെ ചിന്തിച്ചാൽ ഇതൊക്കെ വെറും നാടകം പോലെ തോന്നത്തില്ല ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു വെച്ചാൽ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ മുതലുണ്ടല്ലോ, നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. അപ്പോൾ ഇതിനൊക്കെ ചിലർ പറയുന്ന ഈ സംഭൂജിത ബഹുവചനമുണ്ടല്ലോ, ഈ രാജാക്കന്മാരൊക്കെ പറയത്തില്ലേ നാം. കൊള്ളാം, നല്ലൊരു പ്രയോഗമാണ്, അങ്ങനെ പറയാനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ഭൂമിയിൽ മനുഷ്യനായി വേറെ ആരുമില്ലാത്ത ഒരു പ്രപഞ്ചത്തിൽ ദൈവം നാം എന്ന് പറഞ്ഞ് ഒരു അധികാര പ്രകടനം നടത്തുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്താ? ആരുമില്ലാത്തടത്ത്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ അധികാരം വഹിക്കുന്ന ഭറവോൻ്റെ മുൻപിൽ ചെന്നിട്ടാണെങ്കിൽ ശരിയാ, നാം, നിന്നെ ആരാണ് അയച്ചിരിക്കുന്നത്? നാം ആകുന്നവൻ നാം ആകുന്നു. എടാ, മിസ്രൈമിലെ രാജാവായ എൻ്റെ മുന്നിൽ വന്നിട്ട് നാം ആകുന്നവൻ നാം എന്ന് പറയുവാൻ എന്നേക്കാൾ മുകളിൽ ഒരു രാജാവ് ആരാണെന്ന് ഒരു ചിന്തയെങ്കിലും ഭർവനുണ്ടായാലും. എന്നാൽ അവിടെ പോലും ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് സിമ്പിളായി പറഞ്ഞ ആ ദൈവം ഒരു മനുഷ്യനുമില്ലാതിരുന്ന കാലത്ത് നാം ആകുന്നവൻ നാം ആകുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം പറയാം, ആളതാമസമില്ലാത്ത ദേശത്ത് എന്തിനാ പോലീസ് സ്റ്റേഷൻ, എന്തിനാ പഞ്ചായത്ത്? ആളതാമസം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. എന്നതുപോലെ തന്നെ ഒരു മനുഷ്യരുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും എന്നൊക്കെ പറയേണ്ട കാര്യം വല്ലതുമുണ്ടോ? ന്യായമായി ഒന്ന് ചിന്തിക്കാവുന്ന കാര്യമാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനി അത് സംഭവിച്ചത് ബഹുവചനമാണെന്നൊന്ന് സമ്മതിച്ചു കൊടുത്താൽ പോലും
നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീരാതിരിക്കേണ്ടതിന്, ഏത് പാപം ചെയ്ത ആദാമിൻ്റെ ഹവ്വയുടെ കാര്യം പറയുന്നത്, നമ്മിൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ ആ ഭാഷയുടെ പ്രയോഗത്തിൻ്റെ ആശയമൊന്ന് പറയാമോ പോൾരാജ് സഹോദര? പിന്നെ താങ്കളോട് ഞാൻ വേറൊന്ന് ചോദിച്ചായിരുന്നല്ലോ ഫോൺ കോളിൽ. എൻ്റെ കയ്യിൽ കോൾ കിടപ്പുണ്ട്. താങ്കൾ നിഷേധിച്ചാൽ മാത്രം ഞാനത് പബ്ലിക്കിലേക്ക് ഇടും, ഇല്ലെങ്കിൽ എൻ്റെ ഇരുന്നോട്ടെ. യെശയ്യാപ്രവചനത്തിൽ അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് യഹോവയാണെന്ന് പറഞ്ഞു. ശരി, അടുത്ത വാക്ക്, ആർ നമുക്ക് വേണ്ടി പോകും. ആഹാ, അതായത് നമ്മൾ വന്നത്. യഹോവയ്ക്ക് നമ്മളെന്ന് ചേർത്ത് പറയാൻ തുല്യനായി ആരാ ഉള്ളത്? ദൂതന്മാരെ കൂട്ടി അങ്ങനെ പറയുമോ? നമുക്ക് വേണ്ടി ആരാ പോകുന്നത്? ഗബ്രിയേലിനെയോ മീഖായേലിനെയോ ഒക്കെ കൂട്ടി അങ്ങനെ പറയുമോ? എനിക്ക് തോന്നുന്നില്ല പറയുമെന്ന്. എന്നാൽ അത് പറയാൻ സാധ്യതയുള്ള ആരാണെന്ന് നമുക്ക് യേശുവിൻ്റെ ഒരു വാക്കിലൂടെ നമുക്കത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു. യേശു പറയാണ്, എൻ്റെ പിതാവ് ആര്? തന്നെ അയച്ച യഹോവയായ ദൈവം. അതാണ് യെശയ്യാവ് 48:14 പറയുന്നത്. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. പിന്നെ പറയുന്നു, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടി വാസം ചെയ്യും. ആരോടുകൂടി? എൻ്റെ വചനം അനുസരിക്കുന്നവന്. എൻ്റെ വചനം അനുസരിക്കുന്നവനോട് കൂടെ വാസം ചെയ്യും. ആരാണ് വാസം ചെയ്യുന്നത്? ഞങ്ങൾ. അതാരൊക്കെയാ? ഞാനും എൻ്റെ പിതാവും. ഇതെന്തിനാണ് പോൾരാജ് സഹോദരൻ ഇവിടെ ഞങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? താങ്കൾ പറയുന്നത് യഹോവ തന്നെയാണ് യേശുവായിട്ട് വന്നതെങ്കിൽ ഈ ഞങ്ങൾ എന്ന് പറയുന്നത് എന്താ? അപ്പോൾ ഒരു ആളിന് 2 ശരീരമുണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? ഉണ്ടെങ്കിൽ എന്തിന് 2 ശരീരമായി വന്നു? ഒരു ശരീരം ഉയരത്തിലുണ്ടല്ലോ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ റെഫറൻസ് സഹിതം പറഞ്ഞ 7:10 വരുമ്പോൾ അത് യഹോവയായ ദൈവമാണെന്ന് വ്യക്തമാണ്. ഇരിക്കണമെന്നുള്ള ശരീരം വേണ്ടേ? വേണമല്ലോ. അപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാടോടെ മാറി നിൽക്കുന്നു. നിൽക്കാനൊരു ശരീരം വേണ്ടേ? വേണമല്ലോ. ഈ 2 ശരീരം കൂടി എപ്പോഴാണോ ഒന്നാകുന്നതെന്ന് പറയാമോ പോൾരാജ് സഹോദര? അപ്പം എനിക്ക് തന്നെ എൻ്റെ ആത്മാവ് പോയി അല്ലെങ്കിൽ എൻ്റെ വചനം പോയി ഒരു ജഡമെടുത്താൽ 2 ശരീരമായല്ലോ. ഈ 2 ശരീരം എങ്ങനെ ഒന്നാകും ഒന്ന് പറയാമോ പോൾരാജ് സഹോദര? താങ്കൾ പറഞ്ഞല്ലോ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി തരാമെന്ന് പറഞ്ഞല്ലോ. ഈ ചെറിയൊരു ചോദ്യത്തിന് പോൾരാജ് സഹോദരൻ മറുപടി പറയാമെങ്കിൽ ഞാൻ പബ്ലിക്കിൽ ക്ഷമ പറഞ്ഞുകൊണ്ട് താങ്കളുടെ ഉപദേശത്തിന് എതിരെ ഇട്ട വീഡിയോ ഞാൻ പിൻവലിക്കാം. മനസ്സിലായല്ലോ? എൻ്റെ ഉറപ്പത്രയ്ക്കുമാണ്. ഈ 2 ശരീരം, അറുക്കപ്പെട്ട കുഞ്ഞാടായി മാറി നിൽക്കുന്ന ശരീരവും സിംഹാസനത്തിൽ ഇരിക്കുന്ന ശരീരവും എപ്പോഴാണ് ഒന്നാകുന്നതെന്ന് പോൾരാജ് സഹോദരനോ ഏതെങ്കിലും വന്നസുകാരോ ഒരു മറുപടി പറഞ്ഞാൽ എൻ്റെ യൂട്യൂബിലെ സകല വീഡിയോകളും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ ഒരുക്കുന്ന സ്ഥലത്തും വന്ന് ഞാൻ അപ്പോളജി ചെയ്യാം. അപ്പോൾ പിതാവാൻ ദൈവം സിംഹാസനത്തിലൊരു ശരീരത്തിലൂടെ ഇരിക്കുകയും അറുക്കപ്പെട്ട കുഞ്ഞാട് ഒരു ശരീരത്തിൽ കൂടി നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് 2 ദൈവങ്ങളുണ്ടോ എന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കണ്ട. കാരണം ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ചോദ്യം വെളിപ്പാട് പുസ്തകം എഴുതിയ യോഹന്നാനോട് വേണം ചോദിപ്പാൻ. ബൈബിളിൽ പറയുന്ന കാര്യം അതേപോലെ ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ അതിനെന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അതേസമയം ബൈബിളിൽ ഇല്ലാത്തൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞാൽ എൻ്റെ ആശയമാണെങ്കിൽ ചോദ്യം എന്നോട് ചോദിക്കാം. ഇവിടെ ഞാൻ ചോദിക്കുന്നു, ഈ പോൾരാജ് ബ്രദറിനോട് ചോദിക്കുന്നു, പഴയ നിയമത്തിലെ യഹോവയാണ് പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായ യേശുവെന്ന് ഒരു വാക്യം എടുത്ത് കാണിക്കുവാൻ കഴിഞ്ഞാൽ താങ്കൾ പറയുന്നത് ശരിയാണ്. അതേസമയം ഞാൻ പറയുന്നത് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവനും അത് സംസാരിക്കുന്നവനും പുസ്തകം കയ്യിൽ പിടിച്ചിരിക്കുന്നവനും കാണുന്നവനും കേൾക്കുന്നവനും ഇതെല്ലാം അർത്ഥമാക്കുന്നത് ഒരു ശരീരം ഉണ്ട് എന്നാണ്. അപ്പോൾ തന്നെ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന പേരിൽ അവിടെ നിൽക്കുന്ന ക്രിസ്തു നടന്നു ചെല്ലുന്നു. അർത്ഥം കാലുണ്ട്,
പുസ്തകം വാങ്ങുന്നു, അർത്ഥം കൈയുണ്ട്. ഇനി 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും അറുക്കപ്പെട്ട കുഞ്ഞാടും സ്തുതികൾക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനും എല്ലാം യോഗ്യനാണത്രേ. ഇനി സാധാരണ ബുദ്ധിയിലൊന്ന് ചിന്തിച്ചു നോക്ക്, അതാരായിരിക്കാനാണ് സാധ്യത? ഈ പറയപ്പെടുന്ന സ്തുതികൾക്കും സ്തോത്രത്തിനും ബഹുമാനത്തിനുമൊക്കെ യോഗ്യൻ എന്ന് പറയുമ്പോൾ ദൈവതുല്യമായ പദവി ഇല്ലാതെ എങ്ങനെ സാധിക്കും? ആർക്കൊക്കെയാ? സിംഹാസനത്തിൽ ഇരിക്കുന്നവനും അറുക്കപ്പെട്ട കുഞ്ഞാടിനും. ഇനി നിങ്ങൾ പറയുക, ഇതിലാരാണ് ദൈവം? ചിലർക്ക് പറയുന്നുണ്ടല്ലോ യേശു സൃഷ്ടിയാണ്, മനുഷ്യനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തിനാണ് മൂപ്പന്മാർ ഈ സൃഷ്ടിയായ യേശുവിന് സ്തുതിയും മഹത്വവും ബഹുമാനവും പുകഴ്ചകളെല്ലാം അർപ്പിക്കുന്നത്? അനേക വാക്യങ്ങൾ ഉണ്ട് യഹോവ വേറെ യേശു വേറെ എന്ന് തെളിയിക്കുവാൻ. അപ്പോൾ അതുകൊണ്ട് പോൾ രാജ സഹോദര, പഴയ നിയമത്തിലെ യഹോവയല്ല പുതിയ നിയമത്തിലെ യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമായി വന്ന യേശു. അപ്പോൾ അടുത്ത ആശയത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. വചനത്തിൽ വാക്യമുണ്ട്, കർത്താവ് ഒരുവൻ, ആത്മാവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന് എന്നൊക്കെ പറഞ്ഞൊരു വാക്യമുണ്ട്. ആ വാക്യത്തിൻ്റെ അർത്ഥം ഇദ്ദേഹം ഉദ്ദേശിക്കും പോലെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു വാക്യം അങ്ങോട്ട് തരാം. തിരുവചനത്തിൽ കർത്താവായ യഹോവയെന്നും കർത്താവായ യേശു ക്രിസ്തു എന്നും പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് എന്നുള്ള ആ ഒരു സ്ഥാന പേരവിടെ ഉപയോഗിച്ചത് കൊണ്ട് രണ്ടും ഒരാൾ തന്നെയാണ് എങ്കിൽ സഹോദരൻ പോൾ രാജ് താങ്കൾ ആ 110-ാം സങ്കീർത്തനത്തിന് 1-ാമത്തെ വാക്യം എടുത്ത് വായിക്കുക. അവിടെ ദാവീദ് പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട്, ആര്? ലോർഡ് യഹോവ എൻ്റെ കർത്താവിനോട്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. ശ്രദ്ധിക്കുക, ഞാൻ നിൻ്റെ, രണ്ടുപേരായല്ലോ, ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. നിൻ്റെ, എൻ്റെ, ഞാൻ, നിൻ്റെ. ഇതിൽ നിന്നെന്തോ മനസ്സിലായി? ഒരാൾ തന്നെ മോണാക്ട് വളരെ വ്യക്തമായി പറയുന്നില്ലേ, കർത്താവ് എൻ്റെ കർത്താവിനോട്. ഇപ്പോൾ എത്ര കർത്താവായി സഹോദരൻ പോൾ രാജ്? എന്നിട്ട് 5-ാമത്തെ വാക്യോട് വായിക്കുക, നിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്ന കർത്താവ്. ഏത്? ഒരു കർത്താവ്, ഒരു കർത്താവിനോട് പറയുക, നിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്ന കർത്താവ്. ഇനിയുണ്ട് കൊലോസ്യലേഖനത്തിലെ വാക്യമുണ്ട്, ഇതേപോലെ 3 പേരെയും കർത്താവായിട്ട് വിളിക്കുന്നത്. ഞാൻ എൻ്റെ വിശദീകരണം വേറെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം മുതലേ എൻ്റെ എല്ലാ എപ്പിസോഡുകളും കേൾക്കുന്നവർക്ക് വളരെ വ്യക്തമായി ഇത് മനസ്സിലാക്കും. വചനത്തിന് പുറമെ ഒരു കാര്യവും പറയുന്നില്ല, സ്വന്തമായി ഒരു വാക്കും പറയുന്നില്ല. ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഈ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, ആ പുസ്തകത്തിന് അങ്ങനെ വായിച്ചു, ഈ പുസ്തകത്തിന് എങ്ങനെ വായിച്ചു, പഴയ പുസ്തകത്തിൽ നിന്ന് കൊണ്ടുവന്നതെന്നും പറഞ്ഞു ഒരു കാര്യവും ദൈവകൃപയാൽ ഈ 118-ാമത്തെ എപ്പിസോഡ് വരെ ഒരു വാക്ക് പോലും പറയുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനുഷിക ബുദ്ധിയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്തിരിക്കുന്ന തലച്ചോറും എൻ്റെ തലയ്ക്കകത്തിരിക്കുന്ന തലച്ചോറും ഒരു ദൈവം സൃഷ്ടിച്ചതാണ്. ഇനി അല്ല, ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ദൈവകൃപയിലാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപയും എൻ്റെ മേൽ പകർന്നിരിക്കുന്ന കൃപയും ഒരേ ആത്മാവിനല്ല. പിന്നെ ഞാൻ എന്തിനാ അത് ബുക്ക് പിടിക്കാൻ പോകണം? ഉയരത്തിലുണ്ടല്ലോ, അവിടെ നിന്ന് കിട്ടുമല്ലോ, ചോദിക്കാത്ത കുഴപ്പമല്ലേ? അപ്പോൾ ഞാൻ പറയുന്നു, ഇതിനകത്ത് ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞു, ഈ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ഒരു കാര്യം ഉപയോഗിക്കാൻ ഇതുവരെ ഇട വന്നിട്ടില്ല, നാളെയും ഇടയാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ സഹോദര പോൾ രാജ്, കർത്താവ് ഒരുവൻ സമ്മതിച്ചു. ഞാനൊരു വാക്യോട് വായിക്കട്ടെ. 1 കൊരിന്ത്യർ 8-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും കൂടി ഞാൻ വായിക്കുകയാണ്. ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു, പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. മനസ്സിലാക്കണം. എന്നിട്ട് പിന്നെ താഴെ പറയുന്നു, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നു,
യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ അടുക്കലേക്ക് മന്ത്രി വരും. ഉടനെ ചോദിക്കുന്നു, എത്ര മന്ത്രിയുണ്ട്? ഒരു മന്ത്രിയുള്ളൂ. പിന്നെ ഡ്രൈവറും കൂടെയുണ്ട്, അല്ലെങ്കിൽ PAയും കൂടെയുണ്ട്. മന്ത്രി ഒന്നേ ഉള്ളൂ. പിന്നെ പറയുന്ന സ്ഥാനം ഡ്രൈവർ എന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ PA എന്നാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പിതാവായ ഏക ദൈവവും പിന്നെ യേശുക്രിസ്തു എന്ന കർത്താവും. ഇവിടെ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ് പോൾ സഹോദര? യേശുക്രിസ്തുവിനല്ലേ? അതെ. അങ്ങനെയെങ്കിൽ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ആരെയാണ്? പിതാവാൻ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ്? വേറെ ആളാണല്ലോ. അതുകൊണ്ടാണല്ലോ പിതാവാ ദൈവവും പിന്നെ യേശുക്രിസ്തു എന്ന കർത്താവും നമുക്കുണ്ടെന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണെന്ന് വളരെ വ്യക്തമായില്ലേ? സംശയമുണ്ടോ? ഇവിടെ പിതാവായ ഏക ദൈവം എന്ന് പറയാനുള്ളതിൻ്റെ കാരണം അത് മറ്റൊരു പഠന വിഷയമാണ്. ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ, മനസ്സിലാകാത്തവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും കമൻറ്റിലൂടെയൊന്നും മറുപടി തരാൻ പറ്റത്തില്ല. ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തുമില്ല. അതേസമയത്ത് ഫേസ് ടു ഫേസ് ആണ് സംസാരിക്കുന്നതെങ്കിൽ ഏത് ചോദ്യം ചോദിച്ചാലും അങ്ങും ഇങ്ങും നമുക്കത് പറയാനും പറഞ്ഞ് മനസ്സിലാക്കിക്കാനും കഴിയും. അങ്ങനത്തെ ഒരു ക്ലാസ് ഇതിനകത്തോട് ചെയ്യാൻ പറ്റില്ല. സൂമിലാണ് ചെയ്യാം, ഗൂഗിൾ മീറ്റിലാണ് നമുക്ക് ചെയ്യാം. പക്ഷേ വീഡിയോ ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ അത് പറ്റത്തില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റുകൾക്ക് എപ്പോഴും മറുപടിയും തന്നുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. വിലപ്പെട്ട കമൻറ്റുകൾ, നല്ല കമൻറ്റുകൾക്ക് അതിന് മറുപടി തരുന്നുണ്ട്. അല്ലാത്തത് ഞാൻ മറുപടി വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ വേണമെങ്കിൽ വരട്ടെ. ഇവിടെ പറയുമ്പോൾ പിതാവായ ദൈവവും പിന്നെ ഏക കർത്താവ്, അപ്പോൾ യേശു എന്ന കർത്താവും. അപ്പോൾ ഇവിടെ കർത്താവ് എന്ന് പറയുന്നത് ആരെയാണ്? യേശുവിനെയാണെന്ന് വ്യക്തമായല്ലോ. ആ യേശു തന്നെയാണ് യഹോവയെങ്കിൽ പിതാവ് ആയ ദൈവം പിന്നെ ആരാ? രണ്ടും രണ്ടായിട്ടാണല്ലോ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മറുപടി 110-ാം സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ടുണ്ട്. അത് ദാവീദ് വെറുതെ എഴുതി വെച്ചൊന്നുമല്ല. മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശു അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, എടുത്തും പറയുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമായി സഹോദര പോൾ രാജ്, ഇവിടെ യഹോവയും യേശുവും രണ്ടും രണ്ടാണെന്ന്. മാത്രമല്ല 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ദൗർഭാഗ്യവശാൽ മലയാളം ബൈബിളിൽ ഇല്ലാതെ പോയ ഒരു വാക്യമാണ്. സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവർ ഉണ്ട്. മൂവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 അവറുകൾ, അതാണ് മൂവർ. എന്നിട്ട് പറയുന്നു അത് പിതാവും വചനവും പരിശുദ്ധാത്മാവും. പറയുന്നുണ്ടല്ലോ, പിതാവായ വചനമായ പരിശുദ്ധാത്മാവല്ല, അങ്ങനെ പറഞ്ഞാൽ ഒരാളാണ്. പിതാവും വചനവും പരിശുദ്ധാത്മാവും. അടുത്തത്, ഇവർ മൂവർ ഒന്നാകുന്നു. ഇവർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ടല്ലോ. മൂവർ എന്ന് പറയുമ്പോൾ എണ്ണമായല്ലോ. ഒന്നാകുന്നു എന്ന് പറയുമ്പോഴും ഒന്നെന്ന് വന്നല്ലോ. എന്നാൽ ഭൂമിയിൽ സാക്ഷ്യം പറയുന്നത് ആത്മാവ്, ജലം, രക്തം. ഇത് മൂന്നും ഒന്നാകുന്നു എന്നല്ല, ഇത് മൂന്നിൻ്റെയും സാക്ഷ്യം ഒന്നാകുന്നു. മനസ്സിലാക്കണം. പക്ഷെ സ്വർഗത്തിൽ പറയുന്നത് എവർ മൂവർ ഒന്നാകുന്നു. വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ അവിടെയും വളരെ വ്യക്തമായി പോൾ രാജ് സഹോദര, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നായി നിൽക്കുന്നുവെന്ന്. മാത്രമല്ല ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, പുത്രൻ തനിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. അതിൻ്റെയും ആശയം ഒന്ന് വിശദീകരിക്കാൻ പറ്റിയ ആരെങ്കിലും, മലയാളത്തിൽ മതി, വിശദീകരിച്ച് തരാൻ പറ്റിയ ഏതെങ്കിലും വണ്ണസ്സുകാരോ അല്ലെങ്കിൽ ഇത്തരത്തിൽപ്പെട്ടതായ പോൾ രാജാക്കന്മാർക്കോ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്താൽ സഹായമായിരിക്കും. എങ്ങനെയാണ് ഒരുവൻ അവന് തന്നെ കീഴ്പ്പെട്ടിരിക്കുന്നത് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. അപ്പോൾ അവിടെ ഭാഷ കൊണ്ടൊന്ന് പഠിപ്പിച്ചാൽ വളരെ നന്നായിരിക്കും എന്ന് ഞാൻ താഴ്മയോടും കൂടി പറയുകയാണ്. എൻ്റെ പേര് പോൾ രാജ്, തിരുവനന്തപുരം നെയ്യാറ്റിൻകര. ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റോമർ 10:9 പ്രകാരം യേശുവിനെ കർത്താവെന്ന്, അതായത് പുത്രൻ തന്നെ പിതാവ് എന്ന കാര്യം നമുക്ക് മനസ്സിലായി. ദൈവവചനം മനസ്സിലായവർക്ക് അത് മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് ഇടറിപ്പോകരുത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ കള്ളനാകുന്നു. എന്നാൽ ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയിലുള്ള എല്ലാ പള്ളിക്കാർക്കും അറിയാം യേശുവാണ് കർത്താവ് എന്നറിയാം. പക്ഷേ പുത്രനാണ് പിതാവ് എന്ന് പറഞ്ഞാൽ അവിടെ ഇടറിപ്പോവുകയാണ്. അതുപോലെ യേശുവാണ് ക്രിസ്തു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ യേശു ആണ് ഈ ക്രിസ്തു എന്ന് വെച്ചാൽ എന്താണ് എന്നറിയണം. യേശു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവാണ്, യേശു എന്ന് വെച്ചാൽ പിതാവാണ്,
ഇതാരും സമ്മതിക്കുക. യേശുവാണ് നിത്യപിതാവ്, യേശുവാണ് ക്രിസ്തു, ക്രിസ്തു വെച്ചാൽ പരിശുദ്ധാത്മാവ്. ഇനി നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. ഇത് മൂന്നും തിരിച്ചറിഞ്ഞിട്ട് വേണം സ്നാനപ്പെടാൻ. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ യേശുവിനെ കർത്താവ് എന്ന് പറയാത്തവൻ അവൻ കള്ളനാകുന്നു. അത് ശരി തന്നെ, ആ വചനം പറയുന്നതാ, ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞതുകൊണ്ട് കർത്താവ് എന്ന് വേറെ ആരും വിളിച്ചിട്ടില്ല എന്ന് ശഠിക്കരുത്. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, കർത്താവ് എൻ്റെ കർത്താവിനോട്, നിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവ്. അപ്പം 3ആയല്ലോ. പിന്നെ എന്തിനാ സഹോദര ഇതിൻ്റെ അകത്തൊരു വാശി പിടിക്കുന്നത്? എന്നിട്ട് താങ്കൾ പറയാണ് യേശു ആണ് പരിശുദ്ധാത്മാവ്. താങ്കൾ തന്നെ ആ വീഡിയോയിൽ എടുത്ത് പറയുന്നുണ്ട്, ഞാൻ വേറൊരു കാര്യത്തിനയക്കും. ഈ വേറൊരു എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തൊക്കെ അത് തന്നെ എന്നാണോ എൻ്റെ അർത്ഥം? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ വേറൊരു എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്, ആ പറയുന്നതല്ല, വേറൊന്നാണ്. അതറിയണമെങ്കിൽ സഹോദര, താങ്കൾ മുന്നോട്ട് വെച്ച ആശയം ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും എന്ന് പറഞ്ഞാൽ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ തരുന്നു. അതല്ലേ? അല്ലേ? പരിശുദ്ധാത്മാവിനും യേശുവിനും ഇരിക്കാൻ പാടില്ലായിക്കൊണ്ടോ? താങ്കൾ പറഞ്ഞത് അർത്ഥത്തിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു, അല്ലേ? നിങ്ങളിലിരിക്കുന്നു. അങ്ങനെ ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പരിശുദ്ധാത്മാവ് എന്നതൊന്ന് പ്രാപിക്കേണ്ട ആവശ്യം വന്ന എന്തിനാ? ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ, ആരുടെ മേൽ? ക്രിസ്തു അവരുടെ ഉള്ളിലുണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ആത്മാവ് അവരുടെ മേൽ വന്നത്? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ മനസ്സിലാക്കിക്കാൻ കഴിയണം. മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലുണ്ട്. പറയുന്നു, പത്രോസിൻ്റെ വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അതെന്തിനാ? ക്രിസ്തു അവരുടെ ഉള്ളിലുണ്ടല്ലോ. അവർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. എന്തിന്? ക്രിസ്തു അവരുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ ക്രിസ്തു ഉള്ളിലുള്ളപ്പോഴും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നു. മനസ്സിലാക്കണം. താങ്കൾ പറയുന്നത് പോലെ യേശു തന്നെയാണ് പോയി പരിശുദ്ധാത്മാവായി വന്നതെങ്കിൽ യേശു വന്നല്ലോ. ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞത് വന്നല്ലോ. പെന്തക്കോസ്ത് നാളിൽ വന്നില്ലേ? പിന്നെ ഏത് യേശുവിനെയാണ് താങ്കൾ കാത്തിരിക്കുന്നത്? അവൻ്റെ വരവിങ്കൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നുള്ള പേരിൽ വന്നതെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കണ്ടായിരുന്നോ സഹോദരൻ പോൾ രാജ്? ഞാൻ താങ്കളോട് ചോദിക്കുന്നതിൻ്റെ കാരണം താങ്കൾ ഇതെങ്കിലും ഒന്ന് കേട്ടിട്ട് ഈ കപടോപദേശം ഒന്ന് നിർത്താൻ വേണ്ടിയാണ്. തന്നെയല്ല, 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തു മഹാപുരോഹിതനായി പിതാവിൻ്റെ അടുക്കൽ പക്ഷപാതം ചെയ്യുന്നു. ആർക്ക് വേണ്ടി? ദൈവജനത്തിനു വേണ്ടി. പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് മനുഷ്യരെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. രണ്ടുപേരുടെ ദൗത്യം എന്താണെന്ന് ചേർത്ത് പഠിക്കണം. ഒരു ദൈവപൈതൽ അഥവാ പാപം ചെയ്തു പോയാൽ അവന് ആ പാപത്തെക്കുറിച്ചൊരു ബോധം വന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇവിടെ നിന്നുകൊണ്ട് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, നീതിയെക്കുറിച്ച് ബോധം വരുത്തും, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും. അപ്പോൾ അവൻ അങ്ങോട്ട് പറയും. അതായത് ധൂർത്തുപുത്രൻ അവിടെ ഇരുന്ന് തനിക്ക് സുബോധം വന്നപ്പോൾ, തന്നിലൊരു ബോധം അന്നേരം ഉണ്ടായിരുന്നു, അതല്ല, സുബോധം വന്നപ്പോൾ താൻ പറയുക, ഞാൻ വീട്ടിൽ ചെന്നിട്ട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്ന് ഏറ്റുപറയുമെന്ന്. എന്നതുപോലെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമ്പോൾ താൻ ഏറ്റുപറയും. ആരോട്? പിതാവിനോട്. അത് നേരിട്ട് പറയാനുള്ള അവകാശമില്ല, ക്രിസ്തുവിനോട് പറയണം. അങ്ങനെയുള്ള കോടതിയിലേക്കല്ലേ വക്കീൽ മുഖാന്തരമാണല്ലോ കേസോടെ വാദിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ പാർട്ടി ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ക്രിസ്തുവിന് വേണ്ട, ഞങ്ങൾ നേരിട്ട് ഞങ്ങൾക്ക് പിതാവുമായിട്ട് ബന്ധമെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം SVJക്കാരുടെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. ഒരു സഹോദരി പറയുന്നതാണ്, ഇപ്പോഴാണ് പിതാവുമായിട്ട് നേരിട്ട് ബന്ധം വന്നതെന്ന്. കെട്ടിക്കൊണ്ട് വന്ന വെങ്കൊച്ച് പറയുക, കെട്ടിയോൻ ചത്തു ഇപ്പോൾ പറയും, ഇപ്പോഴാണ് എനിക്ക് ശരിക്കും അപ്പനായത്, അമ്മായിയപ്പനെ ഇപ്പോഴാണ് അപ്പനായത്. കാരണം ഇപ്പോൾ കെട്ടിയോൻ മരിച്ചുപോയി, ഇനിയിപ്പോൾ കെട്ടിയോൻ്റെ ബന്ധം പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് SVJക്കാരിപ്പോൾ നേരിട്ട് പിതാവുമായിട്ട് ബന്ധം സ്ഥാപിച്ചെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു അഡ്വക്കറ്റായി അവിടെ നിൽക്കുകയാണ്, ഒരു കാര്യസ്ഥനായി. അപ്പം തന്നെ നമ്മളെ ആശ്വസിപ്പിക്കുന്നതിന് അതിനൊക്കെ പല അർത്ഥങ്ങളുണ്ട്.
പാപം ചെയ്ത് വെമ്പൽ കൊണ്ട് മനുഷ്യന് വേദന പിടിച്ചിരിക്കുന്നതുകൊണ്ട് പറയണം, നിന്നെ ഞാൻ ആശ്വസിപ്പിക്കാം, നിനക്ക് വേണ്ടി ഞാൻ പിതാവിനോട് പക്ഷപാതം ചെയ്യാം. നോക്കിക്കേ, ഇത് ക്രിസ്തു അവിടെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവിടെ ചെയ്യുന്നു. എൻ്റെ പൊന്നു സഹോദരൻ പോൾരാജ്, വചനം പഠിച്ചിട്ടിറങ്ങ്, ജനത്തെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ഈ വീഡിയോ കേട്ടപ്പോൾ പലരും എന്നെ വിളിച്ചു, ആ സഹോദരൻ്റെ ആ ചാർട്ട് വെച്ചുള്ള പഠിപ്പിക്കൽ കണ്ടപ്പോൾ സത്യമാണെന്ന് തോന്നി, ഇപ്പം ഇത് കേട്ടപ്പോഴേ കാര്യം മനസ്സിലായി എന്ന്. നോക്കിക്കേ, വേറിട്ട ചിന്തകളൊന്നും ഈ വചന പഠന പരമ്പര പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് നോക്ക്. ദൈവത്താൽ നടക്കുന്നതാണോ, ദൈവം അതിൻ്റെ റിസൾട്ട് പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ക്രിസ്തു എന്നാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് എന്നാണ്. സഹോദര, അത് ഏത് ഭാഷയിലാണെന്ന് കൊണ്ടൊന്ന് പറയാമോ? ക്രിസ്തു എന്നാൽ പരിശുദ്ധാത്മാവാണെന്ന്. ഞാൻ ഇദ്ദേഹത്തെ ഫോൺ വിളിച്ച് ചോദിച്ചു, ക്രിസ്തു എന്നാൽ എന്താണ്? അദ്ദേഹം പറഞ്ഞു പരിശുദ്ധാത്മാവെന്ന്. ഞാൻ പറഞ്ഞു അതല്ല, ഞാൻ പഠിച്ചിരിക്കുന്നത് അഭിഷിക്തൻ എന്നാണ്. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ ക്രിസ്തു അഭിഷിക്തനാണെങ്കിൽ ക്രിസ്തുവിനെ അഭിഷേകം ചെയ്തതാരാ? അപ്പോൾ ചോദിക്കുക, ദൈവത്തെ ആരുള്ള അഭിഷേകം ചെയ്യണമെന്ന്. അപ്പോൾ ദൈവത്തെ അഭിഷേകം ചെയ്യേണ്ട എങ്കിൽ ഈ അഭിഷക്തനെന്ന് പറയേണ്ട കാര്യം എന്താ? ഒരു കാലത്ത് അഭിഷക്തനല്ലായിരുന്നു എന്നല്ലേ അർത്ഥം? അപ്പോൾ ഒരാൾ അഭിഷേകം ചെയ്യാനില്ലാതെ എങ്ങനെ അഭിഷക്തനാകും? എന്തിനഭിഷക്തനാകണം? ആർക്കു വേണ്ടിയാകണം? അഭിഷിക്തനാക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി നിയോഗപ്പെടുത്തി മാറ്റി നിർത്തുക ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, പ്രത്യേക ഒരു ദൗത്യത്തിന് വേണ്ടി നിയോഗം ഏറ്റെടുത്ത് മാറി നിൽക്കുകയല്ല, നിയോഗം ഏർപ്പെടുത്തി മാറ്റി നിർത്തുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരാളുണ്ടായിരിക്കണം അല്ലേ? ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ഒക്കെ നമുക്കറിയാവുന്നതാണല്ലോ ഗ്രാമർ പഠിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്നല്ല പറയുന്നത്, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരാളുണ്ടായിരിക്കണം, അത് യേശുവാണ്. എന്നതുപോലെ തന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെടുമ്പോഴാണ് അഭിഷിക്തനായത്. അത് പിതാവാൻ ദൈവത്താലാണ്. അത് ഇദ്ദേഹത്തിന് അറിയില്ലാത്തതുകൊണ്ടാണ് ഇദ്ദേഹം അങ്ങനെ മറുപടി പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഏതായാലും പോൾരാജ് സഹോദര, ഞാനൊന്ന് പറയാം. കർത്താവ് ഒരുവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യേശുവിനെ പറഞ്ഞിട്ടുണ്ട് കർത്താവെന്ന്, പരിശുദ്ധാത്മാവിനെയും കർത്താവെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യഹോവയാം ദൈവത്തെ അല്ലെങ്കിൽ പിതാവാം ദൈവത്തെയും കർത്താവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ സംശയം, പരിശുദ്ധാത്മാവിനെ എവിടെ കർത്താവെന്ന് പറഞ്ഞിരിക്കുന്നതല്ലേ? ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ സവിസ്താരമായി എൻ്റെ പഠനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഒരു ആവർത്തനത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ പോൾരാജ് സഹോദര, താങ്കളുടെ വ്യൂവിൽ നിന്ന് ഞാൻ 3 ഭാഗങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നു വളരെ കാര്യങ്ങൾ, അനേക എപ്പിസോഡുകൾ ഇതുപോലെ ചെയ്യാൻ. ആരോ പറഞ്ഞതുപോലെ ഇതെന്തോ വ്യൂവേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയിട്ട് അതുകൊണ്ട് വലിയ കാര്യം നേടാനാണെന്ന്. എൻ്റെ പൊന്നു സഹോദരൻ, അങ്ങനെ എന്തെങ്കിലും വെപ്രാളമോ പരവേശമോ ഉണ്ടെങ്കിൽ താങ്കളിത് കാണണ്ട. ഇനി എൻ്റെ വീഡിയോയ്ക്ക് ആളുകളുടെ കാഴ്ചക്കാരുടെ എണ്ണം കൂടുന്നതുകൊണ്ട് താങ്കളുടെ ഉറക്കം കെട്ടുപോവുകയാണെങ്കിൽ താങ്കളിത് കാണണ്ട, താങ്കൾ സുഖമായിട്ട് കിടന്നുറങ്ങുക. പക്ഷെ എന്ന് വിചാരിച്ച് ദൈവത്താൽ ഭരമേൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് ആരെല്ലാം എന്തെല്ലാം എതിർ പറഞ്ഞാലും സംസാരിക്കാൻ നാവുള്ളിടത്തോളം കാലം, ഇൻ്റർനെറ്റിൻ്റെ ഈ ഒരു സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം, അതിലുപരിയായി വചനം പഠിപ്പിക്കുന്ന ദൈവകൃപ ഉള്ളിടത്തോളം കാലം ഇത് ചെയ്തിരിക്കും. ഇതിനെ വിരാമമിടാനൊന്നും ആരും പറയേണ്ട ആവശ്യമില്ല. ഇട്ടിട്ട് പോകുന്നൊന്നും പറയാൻ ആരും തയ്യാറാകണ്ട. ഇത് മീൻ പിടിക്കാൻ ഏൽപ്പിച്ച ഒരാളുണ്ട്, ആ ആളിതിന് ചുക്കാൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് ഏതെങ്കിലും സഹോദരന്മാർക്ക് ഉറക്കം കെട്ടുപോകുന്നുണ്ടെങ്കിൽ ദൈവത്തെയോർത്ത് ഇത് കാണല്ലേ. ഇത് വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പാവപ്പെട്ട ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കുള്ളതാണ്. അവർക്കത് പ്രയോജനം ചെയ്യുന്നുണ്ട്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് പോൾരാജ് ബ്രദറിൻ്റെ അടുത്തൊരു പഠിപ്പിക്കലിനെ കുറിച്ച് വചനത്തിലൂടെ ഒരു ഗവേഷണം നടത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ ഞാനിവിടെ വിരാമം കുറിക്കുന്നു. കൂടി കാണാം അടുത്ത പുതിയ ചിന്തയുമായി.